നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം സംഭവിക്കാം. ആ സമയത്ത് അവരോട് അഗ്രസീവായി ഷൗട്ട് ചെയ്യാതെ പേഷ്യൻസോട് കൂടി അവരെ കേട്ട് അവരുടെ കുറ്റങ്ങളും തെറ്റുകളും മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്നിരുന്ന് ആ തെറ്റിനെയും കുറ്റത്തിനെയും ഓവർകം ചെയ്യാൻ സഹായിക്കുമ്പോഴാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വളരുവാനുള്ള സ്പേസ് ഉണ്ടാവുന്നത്. രണ്ടാമതായി മെച്യൂരിറ്റി. നമ്മൾ പ്രായമാകുമ്പോൾ നമ്മളോടൊപ്പം വളരുന്നതല്ല മെച്യൂരിറ്റി. നമ്മളൊരു റിലേഷൻഷിപ്പിലെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് എപ്പോൾ എന്ത് സംസാരിക്കണമെന്നും എപ്പോൾ എന്ത് സംസാരിക്കാതിരിക്കണമെന്നും മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയാണ്. ഒരു റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ വലുതാക്കാതിരിക്കാൻ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും മെച്യൂരിറ്റിയും തീർച്ചയായും ആവശ്യമാണ്. മൂന്നാമതായി ഈക്വൽ ആയിട്ടുള്ള എഫേർട്ട്. ഒരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ ഒരാൾ മാത്രം ഒരുപാട് എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും മറ്റാളിൽ നിന്ന് കാര്യപ്പെട്ടൊന്നുമില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ട് കൈകൾ ചേരുമ്പോഴാണല്ലോ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കയ്യടികൾ ഉയർത്തുവാൻ സാധിക്കുക. അതുകൊണ്ട് രണ്ടു പേരിൽ നിന്നും ഈക്വൽ ആയിട്ടുള്ള ഇഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്